ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ബീഫ് പിരട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് പരിചയപ്പെട്ടാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം അതിനാവശ്യമായ മറ്റു ചേരുവകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കിനി ബീഫ് പിരട്ട് ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടാലോ? അപ്പം നമുക്ക് കുക്കറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒന്ന് ചൂടായി കാണുമ്പോൾ കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ചൂടായി വരുമ്പോഴത്തേക്കും ഏലക്ക, കറുവാപ്പട്ട, ഗ്രാമ്പൂ മിക്സ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, ഒരു സവാളയാണ് അരിഞ്ഞിട്ടുള്ളത്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് വഴറ്റി എടുക്കുക. ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചേക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആ ഒരു പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഒരു നുള്ളി ചെറിയ ജീരകം, കുറച്ച് വറുത്ത ഉലുവപ്പൊടി, 1 ടീസ്പൂൺ പെരുജീരകം, ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം. ഇവയെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇടേണ്ടതാണ്. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 7 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനിത് ഒരു ചീനിച്ചട്ടിയിലോട്ട് മാറ്റാം. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ചീനിച്ചട്ടിയിലോട്ട് മാറ്റിയത്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പില, മല്ലിയില ഇവയെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ?